Hi friends, welcome to our channel Keen on Fire. അപ്പോൾ നമ്മൾ ഓസിലേഷൻസുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. കീം ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമാണ് കീം. അപ്പോൾ നമ്മൾ നന്നായി പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നമുക്കതിന് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളൊരു ക്രിക്കറ്റ് മാച്ചൊക്കെ കാണുമ്പോൾ ഫസ്റ്റായി ക്രിക്കറ്റ് മാച്ചിൽ നിങ്ങൾ പങ്കെടുക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ഡാൻസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന ഒരാളാണെങ്കിൽ, എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എക്സാമാണ്. നമുക്ക് ടോപ്പർ ആവണ്ടേ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ടീമിനെ ജയിപ്പിക്കണ്ടേ. അവിടെ ടീമില്ല, നമ്മൾ ആസ് എൻ ഇൻഡിവിജ്വൽ, ആസ് എ ടീം, നമ്മുടെ ഫാമിലി, നമ്മളെല്ലാവരുമാണ് നമ്മുടെ ടീമിലുള്ളത്. സോ നമ്മൾ ടീച്ചേഴ്സ്, നമ്മുടെ ബുക്സ് എല്ലാം കൂടെ ചേർന്നിട്ട് നമ്മളെ എങ്ങനെയെങ്കിലും ഇതിൽ മുകളിലെത്തിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. സോ അവർ റോൾ ഈസ് മാക്സിമം നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ഒട്ടും പ്രാക്ടീസ് ചെയ്യാതെ ഒരാൾക്ക് ജീവിതത്തിൽ ആദ്യമായി ബാറ്റും ബോളും കാണുന്ന ഒരാൾക്ക് നന്നായി കളിക്കാൻ പറ്റും. ഒരു കോമ്പറ്റീറ്റീവ് കളിയിൽ കളിക്കാൻ പറ്റും. നമ്മൾ കാഷ്വലായിട്ട് കളിക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ബട്ട് ഫോർ എ കോമ്പറ്റീഷൻ യു ഹാവ് ടു പ്രിപ്പയർ വെരി മച്ച്. അപ്പോൾ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ പഠിക്കാനുള്ള ടോപ്പിക്സ് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഓൾ ദ 11th സ്റ്റാൻഡേർഡിലെ എല്ലാ ടോപ്പിക്സും നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ ഓൾറെഡി പഠിച്ച് അതിൻ്റെ എക്സാം എഴുതിയിട്ടുള്ള കുട്ടികളാണ്. സോ നിങ്ങൾക്ക് കോൺസെപ്റ്റ്സ് എല്ലാം അറിയാം, നിങ്ങൾ പഠിച്ചിട്ടാണ്. ഇനി ലെക്ചർ വേറെ കേൾക്കണമെന്നില്ല. യു സ്റ്റാർട്ട് ഡൂയിങ് ഓൾ ദീസ് പ്രോബ്ലംസ്. ദാറ്റ് ഈസ് വാട്ട് യു ഹാവ് ടു ഡു. നിങ്ങൾ പഠിച്ച ആ പോർഷൻസിൽ നിന്നുള്ള പ്രോബ്ലംസ് കിട്ടാവുന്ന അത്രയും പ്രോബ്ലംസ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഞാൻ പറഞ്ഞു, ലാസ്റ്റ് ടൈം ആകുമ്പോൾ നിങ്ങൾക്ക് യു വോണ്ട് ഗെറ്റ് മച്ച് ടൈം. ഭയങ്കര ടൈറ്റ് ആയിപ്പോൾ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടില്ല. റിവിഷൻ ചെയ്യാനുള്ള ടൈമേ കിട്ടുള്ളൂ, പുതിയതായിട്ട് പഠിക്കാനുള്ള ടൈം കിട്ടില്ല. സോ ഈ സമയത്ത് തന്നെ സൈമൾട്ടേനിയസ് ആയിട്ട് നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, സോ ലെറ്റ് us കണ്ടിന്യൂ വിത്ത് അവർ നമ്മളുടെ സിമ്പിൾ ഹാർമോണിക് മോഷൻ അല്ലെങ്കിൽ ഓസിലേഷൻസ്. നമ്മൾ പഠിച്ചു പല ടൈപ്പ് ഓഫ് ഓസിലേഷൻസ്, പല ടൈപ്പ് ഓഫ് പീരിയോഡിക് മോഷൻ ഉണ്ട്. പീരിയോഡിക് മോഷൻ എന്ന് വെച്ചാൽ എന്താ? ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ റിപ്പീറ്റ് ചെയ്യുന്ന മോഷൻസ്. അതായത് നമ്മൾ പറഞ്ഞു എർത്തിന് ചുറ്റും ദിസ് ഈസ് എർത്തിന് ചുറ്റും മൂൺ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന മോഷൻസ്. അതൊരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ എവരി 12 അവേഴ്സിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ ഇങ്ങനെ പോകുന്നു. അതേപോലെ തന്നെ സോളാർ സിസ്റ്റം. അതേപോലെ നമ്മൾ ടെക്സ്റ്റിനകത്തുള്ള എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മരത്തിൽ ഒരു ഇൻസെക്റ്റ് കയറുന്നു, അത് പിന്നെ താഴേക്ക് ഇറങ്ങി വരുന്നു, പിന്നെയും കയറുന്നു, അങ്ങനെ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ ഇറ്റ് റിപ്പീറ്റ്സ്. അങ്ങനെയുള്ള മോഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത്. ബട്ട് എല്ലാ പീരിയോഡിക് മോഷനും നമ്മൾക്ക് ഹാർമോണിക് മോഷനായിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഹാർമോണിക് മോഷൻ, പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടൈം ഇൻ്റർവെൽ റിപ്പീറ്റ് ചെയ്യുന്നത്. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ഹാർമോണിക്. ഹാർമോണിക് ആവണമെങ്കിൽ എന്താവണം? ഹാർമോണിക് ആവണമെങ്കിൽ ലൈക്ക് എ പെൻഡുലം. ഒരു പെൻഡുലം ഈസ് ഓൾസോ പീരിയോഡിക് മോഷൻ. പെൻഡുലത്തിന് നമ്മൾ ചുമ്മാ ഒരു തട്ട് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഇത് ഇങ്ങോട്ട് പോകും അല്ലേ? ഇതിൻ്റെ പൊസിഷൻ അങ്ങോട്ട് മാറും. എന്നിട്ട് എന്ത് ചെയ്യും? അത് പിന്നെ തിരിച്ച് ഇങ്ങോട്ട് വരും. എഗെയിൻ ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് പോകും. എഗെയിൻ ഇറ്റ്സ് പൊസിഷൻ ഇങ്ങോട്ട് വരും. പിന്നെ ഇത് തിരിച്ച് ഇങ്ങോട്ട് വരും. എഗെയിൻ ഇത് കുറച്ചുകൂടെ കഴിയുമ്പോൾ പിന്നെയും പോകും. ആ തട്ട് കുറേ ടൈം കഴിഞ്ഞിട്ട് അതിൻ്റെ എനർജി ലോസ് ആയി കഴിയുമ്പോൾ ഇത് പിന്നെയും ഇതിൻ്റെ ഒറിജിനൽ പൊസിഷനിൽ വരുള്ളൂ. സോ ദിസ് ഈസ് കോൾഡ് മീൻ പൊസിഷൻ. അപ്പോൾ ഈ സാധനം ഇതിനി ഇങ്ങോട്ട് പോകുന്നതിന് ഏറ്റവും വലിയ അതിൻ്റെ ആഗ്രഹം എന്ന് വെച്ചാൽ എന്താ? അതിൻ്റെ ഒരു ടെൻഡൻസി എന്ന് വെച്ചാൽ ഇറ്റ് വോണ്ട് ടു കം ബാക്ക് ടു ഇറ്റ്സ് മീൻ പൊസിഷൻ. തിരിച്ച് ഇങ്ങോട്ട് വരണം എന്നാണ് അതിൻ്റെ ആഗ്രഹം. എഗെയിൻ ബട്ട് അത് വരാൻ പറ്റില്ല. അപ്പോൾ അത് തിരിച്ച് എക്സ്ട്രീമിലേക്ക് ഈ പോയിന്റിലേക്ക് വരുന്നു. പിന്നെയും തിരിച്ച് എന്ത് ചെയ്യും? മീൻ പൊസിഷനിലേക്ക് വരും. സോ ഈ ടു ആൻഡ് ഫ്രോ മൂവ്മെൻറ്റ്, ദിസ് മീൻസ് ദർ ഇസ് എ ടു ആൻഡ് ഫ്രോ മൂവ്മെൻറ്റ് അല്ലേ? ഇങ്ങനെ പോയി പിന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇതേമാതിരി തന്നെ നമ്മളൊരു സ്പ്രിങ്ങിൻ്റെ താഴെ നമ്മളൊരു ഹെവി മാസ് കെട്ടിത്തൂക്കി എന്ന് വിചാരിക്കാം. എന്നിട്ട് ആ അപ്പോൾ അത് കുറച്ച് മാസമാകുമ്പോൾ ഈ സ്പ്രിങ് ഇച്ചിരി വലിയും, അതവിടെ കിടക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? മെല്ലെ ഈ സ്പ്രിങ് അങ്ങ് മാറ്റുക, അല്ലെങ്കിൽ ഈ സ്പ്രിങ്ങിന് ഒരു തട്ട് കൊടുക്കുക, എന്തെങ്കിലും ചെയ്യാം. സോ എന്ത് പറ്റും? ഇതിങ്ങനെ മുകളിലേക്കും താഴേക്കും വന്നുകൊണ്ടിരിക്കും അല്ലേ? ആ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ്. സോ അതിനെന്താണ്? അതും ഒരു സെൻട്രൽ പൊസിഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതൊരു സെൻട്രൽ പൊസിഷൻ സ്റ്റാർട്ട് ചെയ്യും, കുറച്ച് മുകളിലേക്ക് പോകും, പിന്നെ അത് അത്രയും തന്നെ താഴേക്ക് വരും. എഗെയിൻ ഇറ്റ് മുകളിലേക്ക് പോകും, താഴേക്ക് വരും. സോ എനർജി പോകുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അത് കുറേശ്ശെ എനർജി ഡെസിപ്പേറ്റ് ചെയ്ത് പിന്നെ അത് ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് വരും. സോ അങ്ങനെയുള്ള മോഷൻസിന് ഇവിടെ ഇപ്പോൾ എനർജി, അതുപോലെ കുട്ടികളെ കണ്ടിട്ടില്ലേ? കുട്ടികളെ നമ്മളിങ്ങനെ ബോളൊക്കെ ഇങ്ങനെ തട്ടി കളിക്കുമ്പോൾ, ഈവൻ ബാസ്കറ്റ് ബോൾ കളിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും ഇങ്ങനെ തട്ടി അവരുടെ പ്രാക്ടീസ് ടൈമിൽ ദേ ഡു ഓൾ ദീസ് തിങ്സ്. ഇങ്ങനെ തട്ടി ഈവൻ ഫുട്ബോൾ ആണെങ്കിലും ദേ ഡു ഇങ്ങനെ തട്ടിക്കൊണ്ട് കളിച്ച് എനർജി ഡെസിപ്പേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ മൂവ്മെൻറ്റ്, അതായത് തിരിച്ചത് ഒരു പോയിന്റിലേക്ക് വരുന്നു, പിന്നെ എക്സ്ട്രീം ബോട്ടം പോയിന്റിൽ വരുന്നു, സെൻറ്റർ ലൈൻ ഒരു മീൻ പൊസിഷൻ ഉണ്ട്. സോ അങ്ങനെയുള്ള മോഷൻസ്, അതായത് ദർ ഈസ് എ മീൻ പൊസിഷൻ. ആ മീൻ പൊസിഷനിൽ നിന്ന് മുന്നോട്ടും പുറകോട്ടും ഓർ അപ്പ് ആൻഡ് ഡൗൺ ഈ മൂവ്മെൻറ്റിൽ മോഷൻ നടക്കുകയാണെങ്കിൽ ആണ് നമ്മൾ അതിനെ എന്ത് പറയുന്നത്? ഹാർമോണിക് മോഷൻ. അങ്ങനെയുള്ള മോഷൻസിനെയാണ് നമ്മൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത്. അപ്പം എല്ലാ ഹാർമോണിക് മോഷനും പീരിയോഡിക് മോഷൻ തന്നെയാണ്. ഇതിനെ നമുക്ക് പീരിയോഡിക് മോഷൻ എന്ന് പറയാം, ബട്ട് ഇതിനെ നമുക്ക് ഹാർമോണിക് മോഷൻ എന്ന് പറയാൻ പറ്റില്ല. സോ എല്ലാ പീരിയോഡിക് മോഷനും ഹാർമോണിക് മോഷൻ അല്ല, ബട്ട് എല്ലാ ഹാർമോണിക് മോഷനും പീരിയോഡിക് മോഷൻ തന്നെയാണ്. കാരണം ഒരു പർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്.
സോ അത് മനസ്സിലായല്ലോ. അപ്പോൾ അതിൽ നമുക്കിപ്പോൾ എന്ത് ടേം, നമ്മൾ എന്ത് സബ്ജക്റ്റ് പുതിയതായിട്ട് എന്ത് പഠിച്ചാലും വാട്ട് ഈസ് ദ ഫസ്റ്റ് തിങ്, നമ്മൾ അതിനകത്തുള്ള മെയിൻ ടേംസ്, അതിനായിട്ടുള്ള മെയിൻ പോയിൻറ്റ്സ്. ഇപ്പം നമ്മളിപ്പം പഠിച്ചൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗിൽ കിട്ടി, ലൈക്ക് യു ഗോട്ട് ഇൻ സിവിൽ എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് കിട്ടി, ജോയിൻ ചെയ്തു. സോ അങ്ങനെ കിട്ടുമ്പോൾ അവിടെ നമ്മൾ കുറേ ടേംസ് നമ്മൾ ലോക്കൽ ലേമാൻ ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്ന പോലെ പില്ലർ, കോളം അങ്ങനെയൊന്നുമല്ല. സോ വാട്ട് ഈസ് കോളം ബീം കോമ്പിനേഷൻ, അതുപോലെ തന്നെ സ്ട്രക്ചറൽ എലമെൻറ്റ്സ് എന്തൊക്കെയാണ് സ്ട്രക്ചറൽ എലമെൻറ്റ്, ഒരു വീടിൻ്റെ പാർട്സ് എന്തൊക്കെയാണ് ഇൻ എഞ്ചിനീയറിംഗ് ടേംസ്. ഇപ്പം ജനലിൻ്റെ സൈഡിൽ നമ്മൾ സിൽ ലെവൽ എന്ന് പറയും. വാട്ട് ഈസ് സിൽ ലെവൽ, വാട്ട് ഈസ് ലിൻഡൽ ലെവൽ, വാട്ട് ഈസ് റൂഫ് ലെവൽ, അല്ലെങ്കിൽ വാട്ട് ഈസ് സ്ലാബ് ലെവൽ, ഫ്ലോർ ലെവൽ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ടെക്നിക്കൽ ടേംസ് ഏത് സാധനം. അതുപോലെ തന്നെ നമ്മൾ ഇതിന് ഓരോരോ ടോപ്പിക് പഠിക്കുമ്പോഴും ദർ ഈസ് സം ടെക്നിക്കൽ ടേംസ് ഫോർ സച്ച് സബ്ജക്ട്. ഇപ്പം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ പോയി വാട്ട് ഈസ് ഓരോ മെഷീൻ്റെയും അതിനൊരു മെക്കാനിക്കൽ ടേംസ് ഉണ്ടാകും, നിങ്ങൾക്ക് മാത്രം മനസ്സിലാവുന്ന, അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പം അവർക്ക് അതിനകത്ത് കോറായിട്ടുള്ള കുറേ ഡെഫിനിഷൻസ്, കുറേ ടേംസ്. അപ്പോൾ എന്തിൽ പോയാലും നമ്മൾ ഫസ്റ്റ് അതാണ് പഠിക്കുന്നത്. നമ്മളിപ്പം ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം എന്താണ് പഠിക്കുന്നത്, അതിൻ്റെ ആൽഫബറ്റ്സ്, പിന്നെ വൊവൽസ്, അതുപോലെ തന്നെ പ്രപ്പോസിഷൻസ്, അതൊക്കെ പഠിക്കില്ലേ, വേർബ്സ് ഒക്കെ. അതുപോലെ തന്നെ ഉള്ള സാധനമാണ് ഇതിനകത്തും കുറേ ടേംസ് ഉണ്ട്. അങ്ങനെയുള്ള ടേമാണ് നമ്മുടെ സിമ്പിൾ ഹാർമോണിക് മോഷനിലുള്ള ടേമാണ്. ആ സിമ്പിൾ ഹാർമോണിക് എന്ന് പറഞ്ഞാൽ ഹാർമോണിക് ഉണ്ട്, സിമ്പിൾ ഹാർമോണിക് ആണ്. ഫോഴ്സ് ഈസ് ഈക്വൽ ടു -kx⁻n എന്നാണ് നമ്മുടെ നോർമൽ ഹാർമോണിക് മോഷനെല്ലാം ഉള്ള ഇക്വേഷൻ. ബട്ട് ഈ സിമ്പിൾ ഹാർമോണിക് ആകുമ്പോൾ ഇറ്റ് ബിക്കംസ് -kx⁻1, അതായത് n ബിക്കംസ് 1 ആകുമ്പോൾ ഇറ്റ് ബിക്കംസ് സിമ്പിൾ ഹാർമോണിക്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഷൻ ഇൻ വിച്ച് വി ക്യാൻ എക്സ്പ്രസ് ഫോഴ്സസ് -k എന്നുള്ള ടേംസിൽ നമുക്ക് എഴുതി വെക്കാൻ പറ്റുന്ന, നമുക്ക് ഫോം ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻസിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ആ ടൈപ്പ് ഓഫ് മോഷനാണ് നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ടുള്ള നമ്മുടെ ഡെഫിനിഷൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡാണ്. വാട്ട് ഈസ് ആംപ്ലിറ്റ്യൂഡ്? ആംപ്ലിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, ഒരു ഇത് തന്നെ പറയാം അല്ലേ, നമ്മളുടെ ഇതിൻ്റെ കേസ്, പെൻഡുലത്തിൻ്റെ കേസ് തന്നെ പറയാം. പെൻഡുലം വായിക്കണ്ടായിരുന്നു. ഓക്കെ, സോ പെൻഡുലം ഫസ്റ്റ് ഇറ്റ് ഈസ് ഇൻ ഇക്വിലിബ്രിയം പൊസിഷൻ. ഇത് നമ്മൾ ഇങ്ങോട്ട് മാറി, എഗെയിൻ ഇറ്റ് കംസ് ടു, അത് ഇങ്ങോട്ട് മാറി. ഓക്കെ, സോ ഇവിടുന്ന് ഇത് അങ്ങോട്ട് പോകുന്നു, എഗെയിൻ ഇറ്റ് കംസ് ടു സെൻറ്റർ, പിന്നെ ഇങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് വരുന്നു. സോ ഇങ്ങനെ ഈ മോഷൻ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സോ നമ്മളൊരു ഹൊറിസോണ്ടൽ സ്കെയിൽ എടുക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഇവിടെ വരെ ദിസ് ഈസ് എക്സ് എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ്. അപ്പം ഇതൊരു എക്സ് ഇസ് ഈക്വൽ, ഇതാണ് ഇതിൻ്റെ മീൻ പൊസിഷൻ. എക്സ് ഇസ് ഈക്വൽ ടു 0. ഇവിടെ എക്സ് 0 ആയിട്ട് നമ്മൾ കൺസിഡർ, ഈ മീൻ പൊസിഷനാണ് അതിൻ്റെ അതിൻ്റെ എക്വിലിബ്രിയം പൊസിഷൻ. ഈ പൊസിഷനിൽ നിന്ന് എന്തുമാത്രം ഇത് ഈ പോകുന്നതെല്ലാം എക്സ് ആണ്. ഇപ്പോൾ ഇതിൻ്റെ മാക്സിമം എത്ര മാത്രം ഇതിന് പോകാൻ പറ്റും, ദാറ്റ് ഈസ് ഇറ്റ്സ് കോൾഡ് ആംപ്ലിറ്റ്യൂഡ്. ഇതേമാതിരി തന്നെ ഇവിടെ വരുമ്പോൾ നമ്മളതിനെ മൈനസ് എന്ന് വിളിക്കുന്നേ ഉള്ളൂ. ബട്ട് അതിൻ്റെ നമ്മൾ മാഗ്നിറ്റ്യൂഡ് എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ്. അതിനൊരു ഡെഫിനിഷൻ ഉണ്ടായിരുന്നു, മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾ ഫ്രം മീൻ പൊസിഷൻ. ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾ ഫ്രം ഇറ്റ്സ് മീൻ പൊസിഷൻ. അപ്പോൾ ദിസ് ഈസ് മീൻ പൊസിഷൻ. മീൻ പൊസിഷനിൽ നിന്നും എത്രമാത്രം അതിന് ഒരു എൻഡിലേക്ക്, റൈറ്റ് എൻഡിലേക്ക് എത്രമാത്രം പോകാൻ പറ്റും, അതുപോലെ തന്നെ ലെഫ്റ്റ് എൻഡിലേക്ക് എത്രമാത്രം പോകാൻ പറ്റും, ദാറ്റ് ഈസ് കോൾഡ് ആംപ്ലിറ്റ്യൂഡ്. സോ ആംപ്ലിറ്റ്യൂഡ് എന്താണെന്ന് മനസ്സിലായാലും ഇത് വെച്ചിട്ടുള്ള തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. വാട്ട് ഈസ് ആംപ്ലിറ്റ്യൂഡ്? ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ തന്നിട്ട് ആംപ്ലിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. അതായത് നമ്മളൊരു സിമ്പിൾ ഹാർമോണിക് മോഷൻ നമ്മളിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുവാണെങ്കിൽ ഈ ഒരു മാക്സിമം, ഇതിൻ്റെ ഈ ഒരു മാക്സിമം ഹൈറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആംപ്ലിറ്റ്യൂഡ്. ദിസ് ഈസ് എക്സ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ്, ദിസ് ഈസ് ടൈം. അപ്പോൾ ഇവിടെയാണ് നെഗറ്റീവ് മാക്സിമം. ഈ നെഗറ്റീവ് സൈഡിലേക്ക് എന്ത് മാത്രം പോകുന്നോ അതല്ലെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ. നമ്മളിപ്പോൾ ഒരു സ്പ്രിങ്ങിൻ്റെ കേസ് പറയുവാണെങ്കിൽ, ഓക്കെ, സ്പ്രിങ്ങിനൊരു മോഷൻ ഉണ്ട്, എന്താണെന്ന് വയ്ക്കുക. അപ്പോൾ സ്പ്രിങ്ങിൻ്റെ കേസിൽ എന്തുമാത്രം അത് മുകളിലേക്ക് പോകാൻ പറ്റും, എന്തുമാത്രം അതിന് താഴേക്ക് വരാൻ പറ്റും, ആ സ്പ്രിങ്ങിൻ്റെ ഇലാസ്റ്റിസിറ്റി. സോ സ്പ്രിങ് ഇങ്ങനെയാണല്ലോ പോകുന്നത്, ഇങ്ങനെ മൂവ് ചെയ്തു, പിന്നെയും താഴേക്ക് വന്നു. സോ ഇവിടുന്ന് ഈ ഒരു മീൻ പൊസിഷൻ ആ സ്പ്രിങ്ങിനുണ്ടാവും. അതായത് അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, അതിൻ്റെ സെൻറ്റർ ഓഫ് മാസിൽ നിന്ന് എന്തുമാത്രം അത് മുകളിലേക്ക് പോകുന്നു, ഒരു മോഷൻ കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന പൊസിഷനാണ് എക്സ് ഈക്വൽ ടു 0. അത് കഴിഞ്ഞ് അത് എത്രമാത്രം മുകളിലേക്ക് പോകുന്നു, എത്രമാത്രം താഴേക്ക് വരുന്നു. സോ മാക്സിമം റൈറ്റ് എൻഡ് ഈസ് അവർ എ, ലെഫ്റ്റ് എൻഡും എ ആണ്. ലെഫ്റ്റ് എൻഡ് നമുക്ക് -a ആയിട്ട് എടുക്കാം. ദെൻ നെക്സ്റ്റ് ഈസ് ടൈം പീരീഡ്. ടൈം പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടി അത് ഇൻ സെക്കൻഡ്സ്, അതായത് ടൈം ടേക്കൺ ടു, ഇറ്റ് ഈസ് എ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് one oscillation.
അല്ലെങ്കിൽ ടൈം റിക്വയർഡ് ഫോർ വൺ കംപ്ലീറ്റ് ഓസിലേഷൻ. വൺ കംപ്ലീറ്റ് ഓസിലേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇതിൻ്റെ മീൻ പൊസിഷനിൽ ഇത് എക്സ്ട്രീം റൈറ്റിലേക്ക് പോയി, പിന്നെ ഇത് തിരിച്ച് വന്ന് മീൻ പൊസിഷനിലേക്ക് വന്നു, പിന്നെ തിരിച്ച് എക്സ്ട്രീം ലെഫ്റ്റിലേക്ക് പോയി, പിന്നെ തിരിച്ച് മീൻ പൊസിഷനിലേക്ക് വന്നു. സോ ഇത്രയും ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടൈം പീരീഡ്. ഇവിടെ ആണെങ്കിലോ ഇത് തിരിച്ച് ആദ്യം ഇത് മീൻ പൊസിഷനിൽ നിന്ന് മാക്സിമം ഹൈറ്റിലേക്ക് പോയി, പിന്നെ താഴേക്ക് വന്ന് സെൻറ്ററിലെത്തി, പിന്നെ എക്സ്ട്രീം ബോട്ടത്തിലേക്ക് വന്നു, പിന്നെ ഈ ഒറിജിനൽ പൊസിഷനിൽ തിരിച്ചെത്തുക. അപ്പോൾ ഒരു കംപ്ലീറ്റ് റെവല്യൂഷന് വേണ്ടിയിട്ട്, ഒരു കംപ്ലീറ്റ് ഓസിലേഷന് വേണ്ടിയിട്ട് അങ്ങോട്ടും പോകണം ഇങ്ങോട്ടും പോകണം കേട്ടോ. രണ്ട് ഡയറക്ഷനിലും കംപ്ലീറ്റ് ആയിട്ട് പോയിട്ട് വരാൻ വേണ്ടി എന്തുമാത്രം ടൈം എടുക്കുന്നു അതിനെയാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഇൻ സെക്കൻഡ്സ്. അപ്പം നോക്കിക്കുക, ഒരു എക്സാമ്പിൾ പറയാം. ഇവിടുന്ന് ഇത് ടോട്ടലാണ് ടി. അപ്പോൾ ഇവിടെ എത്ര ആയിരിക്കും? 4 പ്രാവശ്യമല്ലേ? ഇവിടുന്ന് ഇങ്ങോട്ട് പോയി, ഇവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് വന്നു, പിന്നെ തിരിച്ച് ഇങ്ങോട്ട് പോയി, ഇങ്ങോട്ട് വന്നു. സോ ദിസ് ഈസ് T/4, ദിസ് ഈസ് T/4, ദിസ് ഈസ് T/4, ദിസ് ഈസ് T/4. ഈ 4 T/4 കൂടെ ചേരുമ്പോഴാണ് ടോട്ടൽ T/4. അപ്പോൾ ഒരു മീൻ പൊസിഷനിൽ നിന്നും എക്സ്ട്രീം റൈറ്റിലേക്ക് പോകാൻ വേണ്ടി ഇറ്റ് ടേക്സ് T/4. എക്സ്ട്രീം റൈറ്റിൽ നിന്നും പിന്നെയും മീൻ പൊസിഷനിലേക്ക് വരാൻ അഗെയിൻ T/4. ഇവിടെ നിന്ന് പിന്നെ ലെഫ്റ്റ് എക്സ്ട്രീം, കാരണം അതും ഏത് തന്നെയാണല്ലോ കവർ ചെയ്യേണ്ടത്, ഏത് ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യേണ്ടത്, ദാറ്റ് ഇസ് ഓൾസോ T/4. അവിടുന്ന് പിന്നെ സെൻറ്ററിലേക്ക് ഇറങ്ങണം. ഈ കംപ്ലീറ്റ് പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വൺ കംപ്ലീറ്റ് ഓസിലേഷൻ. അതിന് വേണ്ടിയിട്ട് എടുക്കുന്ന ടൈമാണ് ടൈം പീരീഡ്. പിന്നെ ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. നെക്സ്റ്റ് ഈസ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ ഇറ്റ് ഈസ് ഇൻ സെക്കൻഡ്സ്. ഫ്രീക്വൻസി എന്ന് വെച്ചാൽ എഫ്, അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഹെഡ്സ് ആണ്, ഓർ 1/second, ദാറ്റ് ഈസ് 1/t. അതായത് ഒരു സെക്കൻഡിൽ എന്തുമാത്രം റെവല്യൂഷൻസ് ഉണ്ടായി. അപ്പോൾ റെവല്യൂഷൻസ് ഇൻ 1 second. ഓക്കെ, നമ്പർ ഓഫ് റെവല്യൂഷൻസ് ഇൻ 1 second. അത് തിരിച്ച് 1/t എടുത്തു കഴിയുമ്പോൾ വിൽ ഗെറ്റ് ദാറ്റ് വൺ. പിന്നെ ആംഗുലാർ ഫ്രീക്വൻസി, ദാറ്റ് ഓൾസോ വി നോ, നമ്മൾ റൊട്ടേഷണൽ മോഷനിലെല്ലാം ഒരുപാട് പഠിച്ചാണ്. ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ ഈസ് ഈക്വൽ ടു 2π/t. അത് വെച്ചിട്ട് റേഡിയൻസ് പെർ സെക്കൻഡ് യൂണിറ്റ്. സോ അത് വെച്ചിട്ട് നമുക്ക് കുറേ ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻ, ഇമ്പോർട്ടൻറ്റ് ടേം ഇൻ നമ്മുടെ ഓസിലേഷൻസിലെ വെരി ഇമ്പോർട്ടൻറ്റ് ടേമാണ്. സിമ്പിൾ ഹാർമോണിക് മോഷനിലെ വെരി ഇമ്പോർട്ടൻറ്റ് ടേമാണ് ഓസിലേഷൻ അല്ലെ ആംഗുലാർ ഫ്രീക്വൻസി. ഓക്കെ, ഇനി നമ്മൾക്ക് ഈ റിസ്റ്റോറിങ് ഫോഴ്സ് നമ്മൾ പറഞ്ഞല്ലോ, എഫ് ഇസ് ഈക്വൽ ടു -kx എന്ന് പറയുന്നതാണ് ഇതിൻ്റെ റിസ്റ്റോറിങ് ഫോഴ്സ്. അതായത് ഇത് ഇവിടുന്ന് അനങ്ങി, ഇതിനൊരു മൂവ്മെൻറ്റ് വന്നു, ഇത് ഇങ്ങോട്ട് പോയി. അപ്പോൾ എന്താണ് ഒരു ഫോഴ്സ് ഇതിൽ ആക്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഇതിനെ തിരിച്ച് എങ്ങോട്ട് എത്തിക്കാൻ വേണ്ടി എവറി ടൈം ഇറ്റ് ഫോഴ്സ് ട്രൈസ് ടു കം ബാക്ക് ടു ഇറ്റ്സ് മീൻ പൊസിഷൻ. അതിൻ്റെ മീൻ പൊസിഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരു ഫോഴ്സ് ശ്രമിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് -kx. കെ എന്ന് പറഞ്ഞാൽ എത്രയാണ്? കെ ഈസ് ഈക്വൽ ടു m⍵². അപ്പോൾ ആ ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? -k × m⍵². അല്ല സോറി, കെയ്ക്ക് വരാണ് m⍵² × x. സോ ഇതാണ് ഇതിൻ്റെ റിസ്റ്റോറിങ് ഫോഴ്സ്. അതായത് ഈ മൂവ് ചെയ്ത സാധനത്തിനെ ഫോഴ്സ്, ഈ മൂവ് ചെയ്ത പെൻഡുലം അല്ലെങ്കിൽ വാട്ട് എവർ ബി ദാറ്റ് തിങ്, അതിനെ തിരിച്ച് അതിൻ്റെ മീൻ പൊസിഷനിൽ കൊണ്ടുവരാൻ വേണ്ടി ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇറ്റ് ഈസ് m⍵². ഇപ്പോൾ ഈ റിസ്റ്റോറിങ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എവറി ടൈം ഇത് നമ്മുടെ മൂവ്മെൻറ്റിന് എതിരൊന്നുമല്ല. കാരണം ഇങ്ങോട്ട് പോകുമ്പം ഈ ഫോഴ്സ് ഇങ്ങോട്ട് തിരിച്ച് വലിക്കും, അന്നേരം അത് ഓപ്പോസിറ്റാണ്. ബട്ട് ഈ സാധനം ഇങ്ങോട്ട് വരുമ്പോൾ അത് ഓപ്പോസിറ്റ് അല്ല. ഇതൊരു തിയറി ക്വസ്റ്റൻ ആയിട്ട് വന്നിട്ടുള്ളതാണ്. റോങ് ഓർ റൈറ്റ് എന്ന് പറഞ്ഞാൽ ട്രൂ ഓർ ഫോൾസ് എന്ന് പറഞ്ഞാൽ എവറി ടൈം ദിസ് ഫോഴ്സ് ഈസ് എഗെയിൻസ്റ്റ് ദ മോഷൻ അല്ല, അത് പറയാൻ പറ്റില്ല. മോഷൻ ഇങ്ങോട്ടാകുമ്പോൾ മാത്രമാണ് തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഇങ്ങോട്ട് വരുമ്പോഴോ തിരിച്ച് ഇങ്ങോട്ട് വരുമ്പം ഈ ഫോഴ്സും ഇങ്ങോട്ട് തന്നെ, രണ്ടിനെയും ഇങ്ങോട്ട് തന്നെയാണ്. സോ ദിസ് ടൈം ഫോഴ്സ് ഈസ് എഗെയിൻ എവറി ടൈം. ഫോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ടുവേർഡ്സ്, ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എപ്പോഴും സെൻറ്ററിലേക്കാണ്, ടുവേർഡ്സ് സെൻറ്ററാണ് ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. പക്ഷേ ഇവിടെ മൂവ്മെൻറ്റ് ഫസ്റ്റ് T/4 മൂവ്മെൻറ്റ് അങ്ങോട്ടായതുകൊണ്ട് ഇത് രണ്ടും ഓപ്പോസിറ്റാണ്. നെക്സ്റ്റ് ഈ പെൻഡുലം ഇങ്ങോട്ട് വരുമ്പോൾ രണ്ടും ഒരേ ഡയറക്ഷനിൽ വരുന്നു. പിന്നെ ഇങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ റിസ്റ്റോറിങ് ഫോഴ്സ് ടുവേർഡ്സ് സെൻറ്ററാണ്. ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ അത് രണ്ടും ഒരേ ഡയറക്ഷനിലാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഫോഴ്സ്, ഇത് ചോദ്യം ഇങ്ങനെയായിരുന്നു, അതായത് എപ്പോഴും ഫോഴ്സ് ഈസ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. അങ്ങനെ നമുക്ക് സിമ്പിൾ ഹാർമോണിക്കിൻ്റെ കേസിൽ പറയാൻ പറ്റില്ല. ഓക്കെ, അത് പറ്റുമോ ഇല്ലയോ എന്നായിരുന്നു ക്വസ്റ്റ്യൻ. സോ അപ്പോൾ നമ്മൾ ഫോഴ്സ് പഠിച്ചു. ഇനി ഈ ഫോഴ്സ് വെച്ചിട്ടുള്ളത് ബാക്കി നോക്കാം. ഓക്കെ, സോ ദിസ് ഈസ് ഫോഴ്സ്. ഒന്നുകൂടെ എഴുതാം. കുറച്ച് തിയറി ആയി നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം കേട്ടോ. ഫോഴ്സ് ഈസ് ഈക്വൽ ടു -kx ആൻഡ് ദിസ് k ഈസ് ഈക്വൽ ടു m⍵² അല്ലേ? ഫോഴ്സ് ഈസ് ഈക്വൽ ടു m⍵².
അപ്പോൾ നമ്മൾ ഇതിനെ എന്ത് എഴുതി? -m⍵² × x എഴുതി. ദാറ്റ് ഈസ് അവർ ഫോഴ്സ്. അപ്പം നമുക്ക് എന്തറിയാം? നോർമൽ നമ്മുടെ ഫോഴ്സ് എന്താണ്? മാസ് ഇൻറ്റു ആക്സലറേഷൻ. സോ മാസ് ഒരിക്കലും നെഗറ്റീവ് ആവത്തില്ല. സോ വാട്ട് ഈസ് ആക്സലറേഷൻ ഹിയർ? ആക്സലറേഷൻ -ω²x. അപ്പോൾ ഈ സിമ്പിൾ ഹാർമോണിക് മോഷനിൽ നമുക്ക് ആക്സലറേഷൻ എന്ന് പറയുന്നത് -ω² × x. എക്സ് എന്താണ്? എക്സ് ഇവിടെ നിങ്ങോട്ടുള്ള ദൂരമാണ്. അപ്പോൾ നോക്കാം, എക്സ് എപ്പോഴാണ് എക്സ് ഈ മീൻ പൊസിഷനിൽ ആക്സലറേഷൻ എന്തായിരിക്കും? മീൻ പൊസിഷനിൽ ആക്സലറേഷൻ അല്ലെങ്കിൽ ഫോഴ്സ് എന്തായിരിക്കും? അറ്റ് മീൻ പൊസിഷൻ എ അറ്റ് മീനിൽ എന്ത് പറ്റും? എക്സ് = 0. അതാകുമ്പോൾ ഇറ്റ് ബിക്കം 0 അല്ലേ? എ മാക്സിമം എവിടെയാണ് വരുന്നത്? എ മാക്സിമം വരുന്നത് എക്സ്ട്രീം എൻഡിൽ, എക്സ്ട്രീം റൈറ്റ് എൻഡിലും എക്സ്ട്രീം ലെഫ്റ്റ് എൻഡിലും. അവിടെ എന്ത് വരും? എക്സ് = ആംപ്ലിറ്റ്യൂഡാണ് വരുന്നത്. ബാക്കിയുള്ള കേസിൽ എക്സ് ആണ് മാക്സിമം പൊസിഷനിൽ എത്തിക്കഴിയുമ്പോൾ എന്താണ്? ഈ മാക്സിമം എന്ന് പറയുന്ന ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡാണ്. സോ വെൻ എക്സ് = ആംപ്ലിറ്റ്യൂഡ് ആകുമ്പോഴാണ് എ മാക്സിമം കിട്ടുന്നത്. അന്നേരം നമുക്ക് ω²A. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഇത് എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻ ആണ്. സെൻറ്ററിൽ ഒരു SHM സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ മീൻ പൊസിഷനിൽ ഇവിടെ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ മീൻ പൊസിഷനിൽ x = 0. ആ x 0 ആയിരിക്കുന്ന സമയത്ത് എന്തായിരിക്കും? ആക്സലറേഷൻ 0 ആയിരിക്കും. കാരണം ആക്സലറേഷൻ ഇക്വേഷൻ ഇതാണ് -ω² × x. x 0 ആണെങ്കിൽ ദാറ്റ് ഈസ് 0. ഇനി ഇത് മാക്സിമം ആകുന്ന എവിടെയാണ്? x = A. അതാണ് അതിൻ്റെ എക്സ്ട്രീം റൈറ്റ് പൊസിഷൻ. അപ്പോൾ A ആകുമ്പം ഇറ്റ് ബിക്കംസ് ω² × A. തിരിച്ചു മറിച്ച്. അപ്പം മാഗ്നിറ്റ്യൂഡ് ഓഫ് A max എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ω²A. ഇനിയിപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വാട്ട് ഈസ് വെലോസിറ്റി? ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ദിസ് ഈസ് ദ ഇക്വേഷൻ. അപ്പോൾ ആക്സലറേഷൻ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു -x എന്ന് കണ്ടുപിടിക്കാം. ഹിയർ ഓൾസോ F is equal to directly proportional to -x ആണ്. എഫും അപ്പോൾ ഫോഴ്സും ആക്സിലറേഷനും എല്ലാം ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു -x ആണ്. ഇങ്ങനെയൊക്കെ വല്ലതും വന്നാൽ പറയാമെന്നുള്ളൂ. ഇനി നമുക്ക് നോക്കാം വെലോസിറ്റി. ഇനി ഇതിൻ്റെ കേസിൽ തന്നെ വാട്ട് ഈസ് വെലോസിറ്റി? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ω² × A² - x². ഇതാണ് നമ്മുടെ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ വെലോസിറ്റി. ആക്സിലറേഷൻ നമ്മൾ കണ്ടു -ω² × x. ഇതൊക്കെ നിങ്ങൾ കാണാതെ പഠിച്ചേ പറ്റൂ. -ω² × x കണ്ട് വരുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ω² × A² - x². അപ്പോൾ A² - x എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്. ഇവിടെ x = 0. ഇങ്ങോട്ട് വരുന്നവരും x കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ സോ വെൻ x = 0 v എന്തായി വരും? ω² × A² അല്ലേ? ഇത് 0 ആണെങ്കിൽ സോ ദാറ്റ് മീൻസ് ω²A. സോ ദാറ്റ് ഈസ് വാട്ട് വെലോസിറ്റി. അപ്പോൾ വെലോസിറ്റി മാക്സിമം ആകുന്നത്, വെലോസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മാക്സിമം ആകുന്നത് എപ്പോഴാണ്? വെലോസിറ്റി മാക്സിമം കിട്ടുന്ന കറക്റ്റ് x = 0 അല്ലെങ്കിൽ മീൻ പൊസിഷനിൽ വെലോസിറ്റി മാക്സിമം ആകും. പക്ഷേ മീൻ പൊസിഷനിൽ നോക്കണം ആക്സലറേഷൻ 0 ആവും. ആക്സലറേഷൻ 0 ആവുന്നിടത്ത് വെലോസിറ്റി മാക്സിമം. ഇനി ഇങ്ങോട്ട് പോകുന്നതോറും എന്താവും? ഇങ്ങോട്ട് പോയി ഇവിടെ എത്തിയെന്ന് വിചാരിക്കും. ഇവിടെ എത്തുമ്പോൾ x എന്താവും? വെൻ x becomes A, വെലോസിറ്റി എന്താവും? ω² × A² - A² അല്ലേ? ദാറ്റ് മീൻസ് 0. അപ്പോൾ അത് മാത്രം ആ കോൺസെപ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ആക്സിലറേഷൻ ഇവിടെ ആകുമ്പോൾ x = 0 ആണ്. അവിടെ ആകുമ്പോൾ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ -ω²x ആണ്. അതുകൊണ്ട് x 0 ആകുമ്പോൾ ആക്സിലറേഷൻ 0. പക്ഷേ ആക്സിലറേഷൻ ഇങ്ങോട്ട് പോകുന്തോറും കൂടി വന്ന് ഇവിടെ ആകുമ്പം -ω²A ആകും. അത് ഏറ്റവും കൂടുതൽ ഇവിടെയാണ്. ബട്ട് വെലോസിറ്റിയുടെ കേസിൽ വെലോസിറ്റി ഇവിടെ ആകുമ്പോഴാണ് വെലോസിറ്റി ഏറ്റവും കൂടുതൽ. പക്ഷേ അങ്ങോട്ട് പോകുന്തോറും വെലോസിറ്റി കുറഞ്ഞ് വന്നിട്ട് 0 ആകുന്നതുകൊണ്ടാണ് ആ മൂവ്മെൻറ്റ് തിരിച്ച് വരുന്നത്. അപ്പോൾ വെലോസിറ്റി കൂടി വന്നു. ഇവിടെ ആയപ്പോൾ 0 ആയി. സോ വെലോസിറ്റി ഈസ് മാക്സിമം അറ്റ് ഇവിടെ, 0 അറ്റ് എക്സ്ട്രീം എൻഡ് എയിൽ. വെലോസിറ്റിയുടെ ഇക്വേഷൻ പഠിക്കുക. v = ω² × A² - x². സോ ഇതൊക്കെയാണ് നമ്മുടെ മെയിനായിട്ട് ഇതിനകത്തുള്ള ഇക്വേഷൻ. ഇനി നമുക്കിതിനെ എന്ത് പറ്റാം? നമ്മളൊരു v⍵, ഒരു മിനിറ്റ്, w² ഇല്ല, ഇതേ ഉള്ളൂ കേട്ടോ. ദിസ് ഈസ് +or - w ω മാത്രമേ ഉള്ളൂ. ω² ഇല്ല. ആക്ച്വലി v² = ω² × A² - x² ആണ്. അത് നമ്മൾ എടുക്കുന്നതാണ്. ω × A² - x² ആണ്. സോ v max എന്ന് വെച്ചാൽ ω × m. നമുക്കിതിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷനും കൂടെ നോക്കാം. അതിൽ നിന്നും കുറേ പ്രോബ്ലംസ് ഒക്കെ വരാറുണ്ട്. ഇപ്പോൾ സമ്മറി മനസ്സിലായല്ലോ. സമ്മറിയും കൂടെ ഒന്ന് എഴുതാം അല്ലേ? ഒരു സമ്മറി എഴുതി വയ്ക്കാം. സമ്മറി നമുക്ക് പറയുകയാണെങ്കിൽ F = -kx, k = m⍵². അപ്പോൾ എഫിനെ നമുക്ക് എങ്ങനെ എഴുതാം? m⍵² × x. സോ F = mass into acceleration. So acceleration is equal to -ω² × x. നമുക്കറിയാം
പിന്നെ എക്സ് മാക്സിമം ആകുന്ന എ മാക്സിമം ആകുന്നത് -ω²A, ഇത് എ ആകുമ്പോൾ അല്ലേ. അതായത് എക്സ്ട്രീം എൻഡിൽ ഇത് മാക്സിമം ആകും. അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0, ആക്സലറേഷൻ ഈസ് 0. പിന്നെ v is equal to ω into √A² - x², ആൻഡ് v മാക്സിമം ആകുന്നത് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0 ആകുമ്പോഴാണ്. ദാറ്റ് ഈസ് w into A. ω into A ഈസ് v max. അറ്റ് ദിസ് പോയിന്റിൽ v മിനിമം ആകുന്നത് എക്സ്ട്രീം അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു A ആകുമ്പോഴാണ്. ദാറ്റ് ഈസ് v ഈസ് ഈക്വൽ ടു 0. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിൽ നിന്നൊന്ന് പഠിച്ചിരിക്കുക, ഇത്രയും കാര്യങ്ങളെങ്കിലും ഓർത്തിരിക്കുക. പിന്നെ ഇത് വെച്ചിട്ടുള്ളൊരു പ്രോബ്ലം നമ്മൾ നേരത്തെ ചെയ്തെന്ന് തോന്നുന്നു. അടുത്തത് നമുക്ക് ഇതിൻ്റെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നോക്കാം. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് SHM. അപ്പോൾ എ വെച്ചിട്ട് എഴുതാം. എ എന്ന് പറഞ്ഞാൽ നമുക്കിതറിയാം. ഓക്കെ, സോ എ നമുക്ക് ഇങ്ങനെയാണെന്ന് അറിയാം. സോ വാട്ട് ഈസ് എ? എക്സ് ഈസ് ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിൽ നമുക്കറിയാം വെലോസിറ്റി എന്താണ്? ടൈം ഈസ് ഈക്വൽ ടി ആണെങ്കിൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു dx/dt. അത് നമുക്കറിയാമല്ലോ. ദെൻ വാട്ട് ഈസ് ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു dv/dt ഈക്വൽ ടു d²x/dt². അപ്പോൾ ആക്സിലറേഷൻ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? നമുക്കത് എഴുതാമല്ലോ. d²x/dt² എന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്സിലറേഷൻ -ω²x. സോ d²x/dt² പ്ലസ് ω²x ഇസ് ഈക്വൽ ടു 0 അല്ലേ. ഇത് നമുക്ക് എന്താണ്? ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് SHM. അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഇക്വേഷനിൽ എന്തെങ്കിലും ഇങ്ങനൊരു ഫോമിൽ തന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഇത്? ദിസ് വൺ എന്ന് പറയുന്നത് -A ω ആക്സലറേഷൻ ആയിരിക്കാം. മൈനസ് ഓഫ് ആക്സലറേഷൻ ആണ് ഇവിടെ തന്നേക്കുന്നത്. നമുക്ക് തിരിച്ച് എങ്ങനെ എപ്പോഴെങ്കിലും dx²/dt² -ω(x) എന്നും പറഞ്ഞ് നമുക്കൊരു ഫോമുല SHMൽ എപ്പോഴെങ്കിലും നമ്മൾ കാണുവാണെങ്കിൽ ദിസ് വിൽ ബി അതിൻ്റെ ആക്സലറേഷൻ ആയിരിക്കും. അത് ഓർത്തിരിക്കുക. പിന്നെ നമുക്ക് ഇത് വെച്ചിട്ട് നമ്മളുടെ ജനറൽ ഇക്വേഷൻ ഓഫ് SHM എന്ന് പറയുന്നത് SHM എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് ഇസ് ഈക്വൽ ടു A sin ω(t) + ϕ, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം. A cos, സൈനിൻ്റെയും കോസിൻ്റെയും ടേംസിലായിരിക്കും ഇത് ഉണ്ടാവുക. A sin ω(t). ω എന്താണെന്നറിയാമല്ലോ, ആംഗുലർ ഫ്രീക്വൻസി. ω ഇൻറ്റു ടി ആണ് ടൈം. ω(t) + ഇത് എന്ന് പറഞ്ഞാൽ ഫേസ് ഡിഫറൻസ്. അതായത് ഒരു വേവ് ഇങ്ങനെ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ വേവ് ഇങ്ങനെയാണ് പോകുന്നത്. അനദർ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഒരുപക്ഷെ ഇവിടുന്ന് തന്നെ ഇവിടുന്ന് 0യിൽ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയും വരാമല്ലോ. ഇത് തുടങ്ങി ദിസ് ഈസ് മാക്സിമം ഇങ്ങനെ പോവാം. സോ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇത് രണ്ടും തമ്മിലുള്ള എന്തുമാത്രം ആംഗിളാണ് ഡിഫറൻ്റ് ആയിട്ടുള്ളത്, എന്തുമാത്രം ആംഗുലർ ഡിഫറൻസ് ഉണ്ട്. ദാറ്റ് ഇൻ റേഡിയൻസ് ദാറ്റ് വിൽ ഗീവ് എസ് ഫേസ് ഡിഫറൻസ്. അത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും. അതാണ് ഫേസ് ഡിഫറൻസ്. ഒരെണ്ണം തുടങ്ങിയിട്ട് എത്ര കഴിഞ്ഞിട്ടാണ് അടുത്ത് തുടങ്ങുന്നത്, അല്ലെങ്കിൽ ചിലപ്പം ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഇവിടെയാണ്. സോ വേർ ഈസ് ദീസ് ടു? ഈ രണ്ട് പീക്കും തമ്മിലുള്ള ഡിഫറൻസ്, അല്ലെങ്കിൽ ഈ രണ്ട് വാലിയും തമ്മിലുള്ള ഡിഫറൻസ്, അതൊക്കെ നമുക്ക് എന്തായിട്ട് പറയാം? ഫേസ് ഡിഫറൻസ് ആയിട്ട് പറയാം. സോ ഇതൊക്കെ തന്നെ ജനറൽ ഇക്വേഷൻ ഇതേ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. വേറെ ഇതിൽ തന്നെ ഫസ്റ്റ് നമുക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വയ്ക്കാം. അത്രയും വലിയ കോംപ്ലിക്കേറ്റഡും വരാറില്ല, ബട്ട് സ്റ്റിൽ ഒരു സിമ്പിൾ കാര്യം നമുക്ക് നോക്കാം. അതായത് ആലോചിക്കുക, ഇവിടെയാണ് ഈ എക്സ് ഇസിക്വൽ, ഇവിടെ നിന്നാണ് ഈ ബോഡി സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? എക്സ് ഇസിക്വൽ ടു 0യിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് റൈറ്റിലേക്ക് പോകാമെന്ന് വിചാരിക്കാം. എക്സ് ഇസ് ഈക്വൽ ടു 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ബോഡി ഈസ് മൂവിങ് അറ്റ് ടി ഇസ് ഈക്വൽ ടു 0യിൽ, എക്സ് ഇസ് ഈക്വൽ ടു 0യിലാണ് ബോഡി നിൽക്കുന്നത്. എന്നിട്ട് ബോഡി ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് ടുവേർഡ്സ് പോസിറ്റീവ്. ഇതാണ് പോസിറ്റീവ് സൈഡ്. ദിസ് വൺ ഈസ് നെഗറ്റീവ് സൈഡ്. പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലാണ് ബോഡി മൂവ് ചെയ്യുന്നതെങ്കിൽ അവർ ഇക്വേഷൻ എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു A sin ω(t). അതല്ലേ നമ്മുടെ ഇക്വേഷൻ. അന്നേരം നമ്മൾ എടുക്കുന്ന ഇക്വേഷൻ എ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു മാക്സിമം അങ്ങോട്ട് വരുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്. എ ഈസ് എ ആംപ്ലിറ്റ്യൂഡ്. A sin ω എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആംഗുലർ ഫ്രീക്വൻസി, ടി ഈസ് എ ടൈം. അപ്പോൾ A sin ω(t)യിൽ അത് അങ്ങോട്ട് പോയി. വാട്ട് ഈസ് അവർ വെലോസിറ്റി? v ഈസ് ഈക്വൽ ടു dx/dt. അപ്പോൾ എത്ര വരും? A ω ഇൻറ്റു സൈനിൻ്റെ ഡിഫറൻസിയേഷൻ എന്ത് വരും? കോസ് ω(t). സോ വെലോസിറ്റി ഈസ് ഈക്വൽ ടു A cos ω(t). അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ കേസിലാണ് പറയുന്നത്. കേസ് 1ൻ്റെ കേസിൽ ഇത് ഈസ് സ്റ്റാർട്ടിങ് ഫ്രം മീൻ പൊസിഷൻ.
ബോഡി സ്റ്റാർട്ട്സ് ഫ്രം മീൻ പൊസിഷനിൽ നിന്ന് തുടങ്ങി അറ്റ് ടൈം t = 0 x = 0 എന്നിട്ട് പോസിറ്റീവിലേക്ക് പോവുകയാണെങ്കിൽ v velocity a omega cos omega t, and then what is acceleration is equal to dv/dt. എ ഒമേഗ പുറത്തെടുക്കാം, ദെൻ ഈ ഒരു ഒമേഗയും കൂടെ പുറത്ത് വരും അല്ലേ, എ ഒമേഗ സ്ക്വയർ കോസ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് മൈനസ് സൈൻ ഒമേഗ ടി. സോ ഈ ഒരു കാര്യം ഓർക്കുക. അറ്റ്സ് കേസ് 1 വെൻ x = 0 t = 0യിൽ അവർ ആക്സലറേഷൻ എക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സൈൻ ഒമേഗ ടി ആൻഡ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു എ ഒമേഗ cos omega t and our acceleration is equal to minus a omega square sin omega t. ഓക്കെ, സോ ഇതാണ് ഒരു കണ്ടീഷൻ. ഇതേമാതിരി അടുത്ത കണ്ടീഷൻ നോക്കാം. അടുത്ത കണ്ടീഷൻ എന്താ വരിക? അടുത്ത കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ് ഇസ് ഈക്വൽ ടു ഇത് തന്നെ എക്സ് സ്റ്റാർട്ട്സ് ഫ്രം ഈ ടി എന്ന് പറയുന്നത് കേസ് ടു ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 0 ആണ്, ടൈം ഇസ് ഈക്വൽ ടു 0. ടൈം ഇങ്ങോട്ട് തന്നെയാണ്, ടൈം 0 ആണ്, എക്സ് ഇവിടുന്ന് തന്നെയാണ്. ബട്ട് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ഇവിടുന്ന് ഇങ്ങോട്ടാണ് പോകുന്നത്. ബോഡി ആദ്യം നെഗറ്റീവ് എയിലേക്കാണ് പോകുന്നതെങ്കിൽ ദിസ് ഈസ് പ്ലസ് എ. ജസ്റ്റ് ഇതിൻ്റെ റിവേഴ്സ് എ ഈസ് ഈക്വൽ ടു ഇതെല്ലാം തിരിച്ചെഴുതിയാൽ മതി മൈനസ് സൈൻ ഒമേഗ ടി. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ വെലോസിറ്റി എന്ത് കണ്ടുപിടിക്കും? മൈനസ് എ ഒമേഗ കോസ്, സൈൻ്റെ വരാൻ കോസ് തന്നെ വരും, കോസ് ഒമേഗ ടി. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് വരും? പ്ലസ് വരും. ഈ കോസിൻ്റെ മൈനസും കൂടെ ചേർന്നിട്ട് എ ഒമേഗ സ്ക്വയർ ഇൻറ്റു സൈൻ ഒമേഗ ടി. അപ്പം ഇത് എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ഇത് ഡിപ്പെൻസ് ആണ് എവിടെ നിന്ന് തുടങ്ങി എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിനെ. പക്ഷേ നോർമൽ കേസിലെല്ലാം നമ്മൾ ഈ 0യിൽ നിന്ന് തുടങ്ങി അങ്ങോട്ടുനിന്ന് തന്നെയാണ് ഇതുവരെ വന്നിരിക്കുന്നത്. ഇനി എങ്ങാനും കോംപ്ലിക്കേറ്റഡ് കേസിൽ ഇവർ പറയുകയാണ് 0യിൽ നിന്ന് തുടങ്ങി നെഗറ്റീവ് ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിൽ വി ആർ കൺസിഡറിങ് ദ ഇക്വേഷൻ എ മൈനസ് എ സൈൻ ഒമേഗ ടി എന്ന് നമ്മൾ കൺസിഡർ ചെയ്യും. ഇതാണ് നമ്മുടെ പെൻഡുലത്തിൻ്റെ കേസ്. ഇനി ഇതേമാതിരി തന്നെ തിരിച്ച് വന്നാലോ, അതായത് ഇത് തിരിച്ച് ഈ ഓരോരോ കേസിലും നമുക്ക് ഗ്രാഫൊക്കെ വരയ്ക്കാം കേട്ടോ. ഈ ഫസ്റ്റ് കേസിൽ നമുക്ക് എങ്ങനെ ഗ്രാഫ് വരയ്ക്കാം, അതായത് ഈ കേസിലെ ഗ്രാഫ് നോക്കാം. ഒമേഗ ടി ആദ്യം t = 0 ആകുമ്പം എന്താവും? x = 0. വെലോസിറ്റി എന്താവും? വെലോസിറ്റിയുടെ ഗ്രാഫ് വരയ്ക്കാം. വെലോസിറ്റി എ ഒമേഗ ആകും. ആക്സലറേഷൻ സൈൻ ഒമേഗ, സൈൻ ഇവിടെ t 0 ആകുമ്പം ഇറ്റ് ബിക്കം 0. സോ ഇതെല്ലാം 0. അപ്പോൾ എക്സിനെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് വെലോസിറ്റി വരയ്ക്കാം. അതുപോലെ തന്നെ എക്സ് വെലോസിറ്റി കർവ് വരയ്ക്കാം, ആക്സലറേഷൻ കർവ് എന്ത് വേണമെങ്കിലും വരയ്ക്കാം. അപ്പോൾ നിങ്ങൾ വരച്ച് നോക്കിയാൽ മതി. ഇനി അടുത്ത കേസിൽ പറയുകയാണെങ്കിൽ നെക്സ്റ്റ് കേസ് ഓക്കെ ഇവിടെ വരയ്ക്കാം. കേസ് 3. കേസ് 3യിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ മീൻ പൊസിഷൻ x = 0. ഈ മീൻ പൊസിഷനിൽ നിന്നല്ല, ദിസ് ഈസ് അവർ എക്സ്ട്രീം ആംപ്ലിറ്റ്യൂഡ് a + a, ദിസ് ഈസ് -a. ടൈം 0യിൽ ഈ പോയിന്റ്, ഇത് എക്സ്ട്രീം ഇവിടെയായിരുന്നു. ഇവിടെ നിന്നാണ് നമ്മൾ മോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഈ എക്സ്ട്രീം എൻഡിൽ നിന്നും തുടങ്ങുന്നു. സോ അറ്റ് x = ദിസ് വൺ, x = എയിലാണ്, പ്ലസ് എയിലാണ് നമ്മുടെ മോഷൻ തുടങ്ങുന്നതെങ്കിൽ നമുക്ക് ഇക്വേഷൻ വരുന്നത് x = a cos ഒമേഗ ടി വരും കേട്ടോ. അപ്പോൾ വെലോസിറ്റി എന്താവും? മൈനസ് എ ഒമേഗ സൈൻ ഒമേഗ ടി. ഡിഫറൻഷിയേഷനാണ്. ആക്സലറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഒമേഗ സ്ക്വയർ കോസ് ഒമേഗ ടി. ഓക്കെ, അത് മനസ്സിലായല്ലോ. ഇതേപോലെ തന്നെ നമ്മുടെ ഈ പൊസിഷനിൽ ഇവിടെ x = 0 ആണ്, ഇവിടെ x = -a. അപ്പോൾ ഈ ബോഡി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണെന്ന് വിചാരിക്കാം. തിരിച്ച് ഈ എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ടൈം എപ്പോഴാണെന്ന് നോക്കണം. ടൈം 0യിൽ ഈ ബോഡി എവിടെ ഇരിക്കുകയാണ്? ഇതൊന്ന് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല, ബട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇവിടുത്തെ കേസിൽ x = -a cos ഒമേഗ ടി. ഇത് വെച്ചിട്ട് നിങ്ങൾ വെലോസിറ്റിയും ആക്സലറേഷൻ കണ്ടുപിടിക്കുക. വാട്ട് ഈസ് വെലോസിറ്റി ബിക്കംസ് a ഒമേഗ സൈൻ ഒമേഗ ടി ആൻഡ് ആക്സലറേഷൻ ബിക്കംസ് മൈനസ് എ ഒമേഗ സ്ക്വയർ പ്ലസ് എ ഒമേഗ സ്ക്വയർ കോസ് ഒമേഗ ടി. കോസിന് മൈനസ് സൈനാണ്, സൈൻ അഗെയിൻ കോസാണ്. ഇത് ശരിയല്ലേ? ലാസ്റ്റിലത്തെ എ ഒമേഗ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഈ ഒരു 4 കേസസാണ് നമ്മുടെ ഇതിനകത്ത് വരുന്നത്. ഈ പൊസിഷനിൽ നമ്മുടെ സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ഐദർ ഈ 4 കേസസിലേ ഇതുണ്ടാവുള്ളൂ. ഐദർ ബോഡി ചിലപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നിന്നൊക്കെ നമുക്ക് തരാൻ കേട്ടോ പ്രോബ്ലം. ഐദർ ഇത് മീൻ പൊസിഷനിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നു, അപ്പം x = 0 t = 0, അപ്പോൾ എ സൈൻ ഒമേഗ ടി. എന്നിട്ട് ഇത് ഇങ്ങോട്ട് പോകുന്നു, റൈറ്റ് എൻഡിലേക്ക് പോകുന്നു. നമ്മൾ ഇങ്ങോട്ട് ലെഫ്റ്റ് മൈനസ് ആയതുകൊണ്ട് ആ സെയിം സാധനം നെഗറ്റീവ് എക്സ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. പിന്നെ നിങ്ങൾ അതിനെ dx/dt ചെയ്യുക. പിന്നെ അതിനെ ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആക്സലറേഷൻ കിട്ടും. ഇതേമാതിരി തന്നെ ഇവിടെ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ ഇറ്റ് ബിക്കംസ് മൈനസ്. ഇനി ഇത് തന്നെ ഇവിടെ നിന്നൊന്നുമല്ല, മീൻ പൊസിഷനിൽ നിന്നൊന്നുമല്ല, എക്സ്ട്രീം റൈറ്റ് എൻഡിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ അത് നമ്മൾ പോസിറ്റീവ് എ
കോസ് ഒമേഗ ടി ആയിട്ട് എടുക്കും. തിരിച്ച് ഇവിടുന്ന് അങ്ങോട്ട് നെഗറ്റീവിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ബിക്കംസ് -a സൈൻ കോസ് ഒമേഗ ടി. സോ ഇത്രയൊക്കെയുള്ളൂ നമുക്ക് തിയറിയിൽ പറയാനുള്ളത്. ഇനി നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം, അന്നേരം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, ഇത് നമ്മുടെ 2026 21/4/2026 വന്ന കീമിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. കാരണം നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഒരു മാർക്ക് ഇല്ലല്ലോ, അല്ല ഒരു ക്വസ്റ്റ്യനൊക്കെ വരത്തുള്ളല്ലോ, ഇത് ഒഴിവാക്കാം എന്നൊക്കെ വിചാരിക്കുമ്പം നമുക്കൊന്ന് നോക്കിയാൽ തന്നെ ആൻസർ കിട്ടുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ചില ചാപ്റ്റേഴ്സ് എന്നൊക്കെ വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യേണ്ട, വെരി ഈസി. അതുകൊണ്ട് എല്ലാ ചാപ്റ്ററും നമ്മളൊന്ന് നോക്കിയിരിക്കണം കേട്ടോ. For a particle executing SHM, simple harmonic motion with the amplitude A, amplitude തന്നിട്ടുണ്ട് A ആണ്, and time period T ആണ്, along x-axis with the time taken by the particle to move from x is equal to 0 to x is equal to A. സിമ്പിൾ അല്ലേ? ഒരു പാർട്ടിക്കിൾ സിമ്പിൾ ഹാർമോണിക് മോഷനിലാണ്. അപ്പം നമുക്കറിയാം ഇതാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ x is equal to 0, t is equal to 0. ഇതാണ് ഇതിൻ്റെ മീൻ പൊസിഷൻ. അപ്പോൾ അവർ പറയുന്നുണ്ട് x is equal to 0യിൽ നിന്നാണ് ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്യാൻ തുടങ്ങി, അതുകൊണ്ട് t is equal to 0. ഇവിടെ നിന്ന് ഇതിനെ ആ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്ത് x is equal to A വരെ എത്തുമ്പോൾ x is equal to A, ഇതാണ് ഇതിൻ്റെ എക്സ്ട്രീം പോസിറ്റീവ് പൊസിഷൻ. അവിടെ വരെ എത്തുമ്പോൾ എന്തുമാത്രം ടൈം എടുക്കുന്നു, വാട്ട് ഈസ് എ ടൈം ടേക്കൻ, ടൈം പീരീഡ്, ടി ടൈം പീരീഡ് ആണെങ്കിൽ ഇവിടെ വരെ എത്ര ടൈം എടുക്കുന്നു ഇൻ ടേംസ് ഓഫ് ടൈം പീരീഡ്. അപ്പോൾ നമുക്കറിയാം ഇത് ഇവിടെ തൊട്ട് ഇതുവരെ എത്തി, പിന്നെ തിരിച്ച് ഇവിടെ എത്തി, പിന്നെ തിരിച്ച് ഇങ്ങോട്ട് എത്തി, പിന്നെ തിരിച്ച് ഇവിടെ എത്തണം. ഇത്രയും ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ദാറ്റ് മച്ച് ടൈം ഈസ് ഈക്വൽ ടു അവർ വൺ ടൈം പീരീഡ് അല്ലെങ്കിൽ ടി. ടൈം പീരീഡ് അല്ലെങ്കിൽ ടി എന്ന് പറഞ്ഞാൽ ഫോർ കംപ്ലീറ്റ് ഓസിലേഷൻ, ഒരു കംപ്ലീറ്റ് ഇവിടുന്ന് പോയി ഈ സാധനം, ഇതാണ് ഇതിൻ്റെ മീൻ പൊസിഷൻ, ഇവിടെ നിന്ന് ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്ത് ഇവിടെ വരെ എത്തി, അവിടെ നിന്ന് തിരിച്ച് ഇവിടെ എത്തി, പിന്നെ എക്സ്ട്രീം ഇവിടെ എത്തി, പിന്നെ ഇവിടെ എത്തുമ്പോഴത്തെ ടൈമാണിത്. അതുകൊണ്ട് ഇതിൻ്റെ ഇവിടെ നിന്ന് ഇവിടെ വരെ പോകാൻ എത്ര ടൈം എടുക്കും, ദിസ് ഈസ് T/4, ഇതും T/4, അതായത് ഇവിടെ വരെ. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് പിന്നെയും T/4, ഇവിടെ നിന്ന് ഇങ്ങോട്ട് T/4. സോ ഒരു ഹാഫിന് വേണ്ടി ഒരു 1/4 ഒരു ക്വാർട്ടർ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതെടുക്കുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ T/4 ആണ്. സോ ഇൻ ടേംസ് ഓഫ് ടിയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഓപ്ഷൻ സി ഈസ് എ റൈറ്റ് ആൻസർ. സോ കണ്ണും പൂട്ടും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇറ്റ് ഈസ് T/4. ഇതാണ് നമ്മുടെ ലേറ്റസ്റ്റ് 2026 കീമിൽ വന്ന ചോദ്യമാണ്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. മീൻ പൊസിഷൻ നോക്കിയാൽ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് മാത്രം ശ്രദ്ധിക്കുക. x is equal to 0യിൽ നിന്ന് ഇത് തുടങ്ങി പാർട്ടിക്കിൾ ടു മൂവ് ഫ്രം x is equal to 0 to x is equal to A. ഇവിടെ നിന്നാണ് തുടങ്ങിയെന്ന് പറയുന്നുണ്ട്. x is equal to 0, ഇതാണ് x is equal to A. ദിസ് വൺ ഈസ് x is equal to -A ആണ്. ഇനി x is equal to -Aയിൽ നിന്നും +A വരെ എടുക്കാനുള്ള ടൈമാണ് ചോദിച്ചിരുന്നെങ്കിൽ ഇറ്റ് ബിക്കംസ് എന്താണ്, T/2 ആയേനെ. ഇവിടെ നിന്നാണ് ഈ പാർട്ടിക്കിൾ സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ സെൻറ്റർ കട്ട് ചെയ്ത് ഇവിടെ എത്തി, പിന്നെ തിരിച്ച് പിന്നെ സെൻറ്റർ കട്ട് ചെയ്ത് ഇവിടെ എത്തുമ്പോഴാണ് ഒരു ടൈം പീരീഡ് ആവുന്നത്. ഇപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇവിടെ നിന്നാണ് തുടങ്ങിയേക്കുന്നത്, A വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് T/4. വെരി സിമ്പിൾ. നോർമൽ കേസിലെല്ലാം നമുക്ക് 0 ഇവിടെ നിന്ന് തന്നെ തുടങ്ങുന്നതായിട്ടാണ് ഞാൻ കീമിലെല്ലാം കണ്ടിരിക്കുന്നത്. പിന്നെ പറയാൻ പറ്റില്ല ഇൻ ബിറ്റ്വീൻ ഏത് സ്ഥലത്തു നിന്ന് എങ്ങനെ വേണം തുടങ്ങാം. സോ ബി കെയർഫുൾ ഇൻ റീഡിങ് ദ ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ഇതോടെ ഞാൻ ഇത് തീർക്കണം. കുറേ ലെങ്തി ആയിപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ ചെയ്യിപ്പിക്കാം. സോ യു ഗോ ത്രൂ ഓൾ ദി ക്വസ്റ്റ്യൻസ്. ആ ഫ്രണ്ടിൽ പറഞ്ഞ തിയറിയും നമ്മൾ പഠിക്കണം. അതിനകത്ത് നമുക്ക് ഒരുപാട് തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻസും വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ബൈ.